പണ്ട് പിണറായിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ജസ്റ്റിസ് ഇല്ലായിരുന്നല്ലോ, കള്ളത്തരങ്ങൾ മാത്രമല്ലേ കാണിച്ചിരുന്നു. എന്തുകൊണ്ടായിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇനി അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വകകളുണ്ടോ? 100% നീതിബോധമുള്ള ജനതയുടെ ആഗ്രഹം വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യുകയും നിയമപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ മതിൽ ചാടി ഓടിയതും സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതും കണിച്ചുകുളങ്ങര അമ്മയുടെ ലോക്കർ തുറക്കുമ്പോൾ എൻ്റെ ഫോണുമായിട്ടാണല്ലോ കണക്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുമല്ലേ. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ചെയ്യുന്നത്. കഞ്ചാവ് കലക്കി കൊടുക്കും, അല്ല ലാഭം കിട്ടാൻ വേണ്ടി അതല്ലേ ചെയ്യുന്നത്. ഈ മഹേശന് ആത്മാഭിമാനം ഉള്ളത് കൊണ്ടും അയാൾ ഒരു ദുർബലനായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഏതെങ്കിലും ഒരു സമുദായത്തിന് ഗതികേടുണ്ടായിട്ട് ഒരു ഹെഡ് ക്വാർട്ടറിൽ കെട്ടിത്തൂങ്ങി മരിക്കുക അതിൻ്റെ കാര്യദർശി. 36 വർഷം വെള്ളാപ്പള്ളി നടേശന്റെ സന്തത സഹചാരിയായിരുന്ന കെ മഹേഷിന്റെ ആത്മഹത്യാക്കുറിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ സാറാണ്. സാർ നമസ്തേ. നമസ്കാരം സാറ്, ഈ ഒരു ആത്മഹത്യാക്കുറിപ്പ്, വെള്ളാപ്പള്ളി നടേശന്റെ സന്തത സഹചാരിയായിരുന്നു ഇദ്ദേഹം. എനിക്ക് തോന്നുന്നു നമുക്കറിയാവുന്നതുപോലെ മൈക്രോ ഫൈനാൻസ് കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എല്ലാം ഇട്ടുകൊടുക്കുന്നൊരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കൈകൾ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കേട്ടിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ചർച്ചയിലും അങ്ങ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു വിഷയത്തിൽ കേസ് വീണ്ടും നടക്കണമെന്ന്. കഴിഞ്ഞ ദിവസം BM സുധീരൻ മുഖ്യമന്ത്രിയോട് പറയുന്നത് മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു, ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വീണ്ടും വേണമെന്ന്. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? മഹേശൻ എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ മഹേഷ് ചേട്ടാന്ന് വിളിക്കുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിലെ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് യൂണിറ്റ് സെക്രട്ടറിമാരുടെ അല്ലെങ്കിൽ യോഗ നേതാക്കളുടെ ഒരു പ്രതിനിധി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൻ്റെ അവസാനം ഇത് എന്നെപ്പോലെ പീഡിപ്പിക്കപ്പെടുന്ന മറ്റ് യൂണിറ്റ് സെക്രട്ടറിമാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പിടൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പ്രിൻ്റാണത്. ഞങ്ങൾ പ്രിൻ്റ് ഇത് അദ്ദേഹത്തിന് അതിനകത്തൊരു ഇത് ശരിക്കും ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അനൂഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100% കെ മഹേഷ് ചേട്ടൻ്റെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത്, അല്ല ഞാനും ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട്. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുകയും എല്ലാ ദിവസവും പ്രാർത്ഥനയും ജപവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെ പലതവണ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ട് അത് അത്രമാത്രം ഇയാൾ ഉപദ്രവിക്കുകയും. അല്ല, ഇതിനകത്ത് ഓരോ കണക്കുകളും എണ്ണി പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിരുന്നു. തീർച്ചയായിട്ടും സന്തത സഹചാരി മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി ബിസിനസ് കള്ള് ഷാപ്പ് നടത്തി അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ. എൻ്റെ 20 കേസുകൾ ഉണ്ടായിരുന്നു മഹേശൻ്റെ പേരിൽ, കള്ളിൽ കഞ്ചാവ് കലക്കിയതും അല്ലെങ്കിൽ ഈ അബ്കാരി കേസുകൾ പലതുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണക്ക് ചെയ്യേണ്ട 25 കോടിയോളം രൂപ മഹേശൻ്റെ പേരിൽ മാത്രം ബിനാമിയായി നടത്തിയ ഷാപ്പിൽ നിന്ന് 20 കൊല്ലം കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പ് പറയുന്നത്. 1 രൂപ പോലും അദ്ദേഹം മഹേശന് കൊടുത്തിട്ടില്ലെന്നും അതിനകത്ത് പറയുന്നുണ്ട്. അത് ഒരാൾ മരിക്കുമ്പോൾ എഴുതുന്നത് ഡൈയിങ് ഡിക്ലറേഷന് തുല്യമാണ്. നമ്മുടെ ഇന്ത്യൻ നിയമത്തിൻ്റെ ഒരു വിശ്വാസവും അല്ല അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, മരിക്കുമ്പോഴാരും കള്ളം പറയാൻ. ഒരാൾ മരിക്കാൻ തീരുമാനിച്ചു, എല്ലാം തീർന്നു. അപ്പം അയാൾ ആ സത്യസന്ധമായ കാര്യങ്ങൾ പച്ചയായി എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാണ്. കാരണം എനിക്കൊക്കെ വലിയ നൊമ്പരമുണ്ട് അദ്ദേഹം മരിച്ചതിൽ. എന്നിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ ദിവസത്തെ ആത്മഹത്യ ചെയ്തത് അന്നത്തെ നടേശൻ സാറിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് ചാനലുകാരൊക്കെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ ഭയപ്പെട്ടും വിഷമിച്ചുമായിരുന്നു. പക്ഷേ പിണറായി സഖാവായിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്തില്ല, അന്വേഷണം നടത്തി. ഇദ്ദേഹം ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത സ്ഥാനത്ത് വേറെ ആരെക്കുറിച്ചാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അല്ല, ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ബിനാമി ആയിരുന്നു എന്ന്. അതെ, ഷാപ്പ് നടത്തിപ്പുമായി 18 കേസുകൾ തൻ്റെ പേരിലുണ്ടായി. ചുരുക്കത്തിൽ 22 വർഷം അങ്ങ് എൻ്റെ പേരിൽ കള്ള് ഷാപ്പ് നടത്തി. ഞാൻ നിരവധി അബ്കാരി കേസിൽ ശിക്ഷിക്കപ്പെട്ടു, പണമടച്ചു. ഇതെല്ലാം ഉണ്ടായിട്ടും ഞാൻ നാളിതുവരെ ഒരു അതൃപ്തിയും കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇത്രയും വർഷം അദ്ദേഹം കൂടെ നടന്നിട്ട് ഒന്നും കൊടുത്തില്ല എന്നാണ് ഇതിൽ നിന്നും പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. വെള്ളാപ്പള്ളി സാർ അങ്ങനെയാണ്. പുള്ളി തൂമ്പായുടെ സ്വഭാവമാണ്. തൂമ്പ കൊണ്ട് നമ്മൾ കിളയ്ക്കുമ്പോൾ മണ്ണ് ഇങ്ങോട്ടേ വരുള്ളൂ, മണ്ണ് അങ്ങോട്ട് പോകത്തില്ല. ആർക്കും ഒന്നും കൊടുക്കത്തില്ല, മുഴുവൻ കൊള്ളയടിക്കും. അത് തന്നെയാണ് ചെയ്തത്. ഇപ്പം തന്നെ വൈക്കം SNDP യൂണിയൻ്റെ പ്രസിഡന്റ് കുട്ടൻ അതിനകത്ത് പറയുന്നുണ്ട്, കുട്ടനും പുള്ളിയുടെ വേറൊരു ബിനാമിയാണ്. അപ്പം ഇന്ന് കള്ളിഷാപ്പുകാരെയും ബാർ മുതലാളിമാരെയും കുത്തിത്തിരികിയ ഒരു SNDP സംസ്കാരമാണ്. അല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് വലിയൊരു വിഷയമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം
കഞ്ചാവ് കള്ളു പിടിച്ച കേസിൽ ഇപ്പോൾ ഡെമോക്രസിന്റെ വാൾ പോലെ നിൽക്കുകയാണ്. തന്മൂലം ആ ഷാപ്പിന്റെ ലൈസൻസ് റദ്ദാക്കുകയും പുതിയ ലേലം വിൽക്കുകയും ചെയ്തു. അതെ, ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ചെയ്യുന്നത്. കഞ്ചാവ് കലക്കി കൊടുക്കും. അല്ല, ലാഭം കിട്ടാൻ വേണ്ടി അതല്ലേ ചെയ്യുന്നേ. അതിന് വെള്ളാപ്പള്ളി നടേശൻ അതിനും മടിക്കില്ല എന്നാണ് പറഞ്ഞത്. അതാ, മദ്യം വിഷമാണത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് ഉപദേശിച്ച ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് 31 വർഷമായിട്ടിരിക്കുന്ന മഹാനെ കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇദ്ദേഹം ബിനാമി മാത്രമല്ലല്ലോ, കണിച്ചുകുളങ്ങര SNDP യൂണിൻ്റെ സെക്രട്ടറി ആയിരുന്നു, ചേർത്തല SNDP യൂണിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതിലുപരി മൈക്രോ ഫിനാൻസ് എന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു മഹേഷ് ചേട്ടൻ. മഹേഷ് ചേട്ടനായിരുന്നു കേരളത്തിലുള്ള എല്ലാ യൂണിയനുകളുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ദിവ്യനാണെന്ന് വരുത്താൻ വേണ്ടി ബന്ധപ്പെടുകയും ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഡയറക്ഷൻ തന്നുകൊണ്ടിരുന്ന ആളാണ് മഹേഷ് ചേട്ടൻ. അദ്ദേഹത്തിന് ഇതാണ് വന്ന ഗതിയെങ്കിൽ നേരെ ചോദിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടാണ്, ഗവൺമെൻറ് വന്നതിന് ശേഷവും ഗവൺമെൻറ് ഇലക്ഷന് മുമ്പും പിമ്പും നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. മുമ്പ് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും പിണറായി സർക്കാരിൻ്റെ അധപതനമായിരിക്കും, BN വാസുവിനെ തോപ്പിച്ചിരിക്കും ഏറ്റുമാനൂർ, അതിന് വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും എന്ന് പറഞ്ഞു. അത് കഴിയപ്പെടുത്തിന് VD സതീശൻ മുഖ്യമന്ത്രിയാണെന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത് ഇലക്ഷന് ശേഷവും നമ്മൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ശുപാർശയായിരുന്നു എന്തായിരുന്നു? KK മഹേഷിൻ്റെ ആത്മഹത്യയെക്കുറിച്ചൊരു പുനരന്വേഷണം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വെക്കണം. അത് ബഹുമാനപ്പെട്ട മുൻ KPCC പ്രസിഡന്റും മുൻ സ്പീക്കറുമായ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് ശ്രീ VM സുധീരൻ ഇതിൽ ആവശ്യപ്പെട്ടതോടുകൂടി അതിനൊരു ആക്കം കൂടിയിരിക്കുന്നു, ശക്തി കൂടിയിരിക്കുന്നു. പിന്നെ സുതാര്യവും നീതിപൂർവമായ ഒരു ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ശ്രീമാൻ VD സതീശൻ. അതുപോലെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. ഇവർ സത്യസന്ധമായി ചെയ്താൽ മതി. ഇവിടെ ആകാശത്ത് ഉദിച്ചു വരുന്ന നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രം മഹേശനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മഹേശൻ ഇത് കാണുന്നുണ്ട്. ഈ ഭരണമാറ്റവും VM സുധീരൻ്റെ ആവശ്യവും എന്നെപ്പോലുള്ള താഴെ നിൽക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ഒക്കെ മഹേശൻ കാണുന്നുണ്ട്. അവിടുന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വന്ന് വീഴുന്നത് എങ്ങോട്ടാണ് വന്ന് വീഴുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിധവ ഉഷ ചേച്ചിയുടെ മുമ്പിലാണ് ആ കണ്ണുനീര് വീഴുന്നത്. ഉഷ ചേച്ചി ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ആത്മഹത്യാക്കുറിപ്പിലൊരു ഞങ്ങൾ എഡിറ്റോറിയൽ പോലെ അവരുടെ പുള്ളിക്കാര്യത്തിൻ്റെ ആവശ്യം ചേർത്തിട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ അരുതാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എന്നെപ്പോലെ SNDP യോഗത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ട് സംഘടനയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് 100% വിശ്വാസമാണ് ഈ ഗവൺമെൻറ്റിൽ തീർച്ചയായും ഒരു പുനരന്വേഷണം ഇതിനകത്ത് ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? ഇതിനകത്ത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ 100 കാര്യങ്ങൾ, എല്ലാ വിഷയങ്ങളെക്കുറിച്ചും SNDP യോഗത്തെക്കുറിച്ചും ഡോക്ടർ സോമൻ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റിനെ കുറിച്ച് പോലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങയോടൊപ്പം പ്രസിഡന്റായി വന്നിട്ടുള്ള സോമൻ സാർ എത്രയോ പാവമാണ്. ഒരു പാവം മാത്രമല്ല, അതൊരു പാവയുമാണ്. പാവം മാത്രമാണ് സാരമില്ല, ഒരു പാവയും കൂടി ആയിപ്പോയി. ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെടാറുണ്ടോ? ഒരാവശ്യവും അദ്ദേഹം പറയാറില്ല. SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവിൻ്റെ കസേരയാണ്. ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരുന്നപ്പോൾ യോഗം പ്രസിഡന്റായിട്ടാണ് സശരീരനായിട്ടിരുന്നത്. ആ കസേരയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അങ്ങ് എടുക്കുന്ന തീരുമാനത്തെ ശിരസാ വഹിക്കുന്ന എന്തിനും ഏതിനും അങ്ങയോടൊപ്പം എല്ലാ മീറ്റിങ്ങിലും അങ്ങ് അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് മാത്രം ഉത്കണ്ഠപ്പെടുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. അങ്ങേക്ക് വേണ്ടി പഴി കേൾക്കുകയും കേസിലും വിവാദത്തിലും ശാശ്വതികാനന്ദ സ്വാമിയുടെ സമാധി, ശാശ്വതികാനന്ദ സ്വാമി ഇവിടെ ആലുവായിൽ വളരെ നീന്തറിയാവുന്ന സ്വാമിയാണെന്നാണ് പറയുന്നത്. ആ സ്വാമിയുടെ അകാലത്തിലുണ്ടായ മരണം അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഡോക്ടർ സോമനാണ്. ആലുവയിലെ സർജനായിരുന്നു അദ്ദേഹം, നല്ല ഡോക്ടറാണ്. അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട് ഡോക്ടർ സോമൻ. അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് ഒരുപക്ഷെ യോഗം പ്രസിഡന്റ് സ്ഥാനം കൊടുത്തെന്നും ആളുകൾ പറയുന്നുണ്ട്. വിവാദത്തിലും പറ്റിയിട്ട് അചഞ്ചലമായി അങ്ങയോടൊപ്പം നിൽക്കുന്ന, ഞാൻ എഴുതി വച്ചിരിക്കുന്നതാണ്, അച്ചടക്കമുള്ള നേതാവ്, അങ്ങനെയുള്ള പാപം സോമൻ സാറിനോട് കഴിഞ്ഞ ഇടയുണ്ടായ നിലപാട് ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാവുന്നതല്ല, അങ്ങനെ പറയുവാൻ പാടില്ലാത്തതായിരുന്നു. വേണം അദ്ദേഹത്തെ തന്തയ്ക്ക് വിളിക്കും വെള്ളാപ്പള്ളി നടേശൻ. കൃത്യമായി പറഞ്ഞാൽ സുഭാഷ് വാസു തെറ്റിപ്പിരിഞ്ഞ് പത്രസമ്മേളനം നടത്തിയതിന് ശേഷമുള്ള യോഗം കൗൺസിലാണ് വേദി. ട്രാവൻകൂർ പാലസിൽ നടന്ന കൗൺസിൽ യോഗം കഴിഞ്ഞ് ഏകദേശം 7 മണിയായപ്പോൾ അങ്ങ് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വകാര്യ ദുഃഖമൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. ആലുവ വരെ എത്തേണ്ടതുകൊണ്ടും
ആലുവ വരെ എത്തേണ്ടത് കൊണ്ടും രാത്രിയായതുകൊണ്ടും ഞാൻ എന്നാൽ പൊക്കോട്ടെ എന്ന് സോമൻ സാർ ചോദിച്ചു. കേട്ടോ, നോക്കണം, രോഗം പ്രശ്നത്തിനെ കുറിച്ച് ചോദിച്ചു. ഡോക്ടറോടുള്ള അങ്ങയുടെ പ്രകടനം ഒരു ശത്രുവിനോടെന്നതുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഷമിച്ച് കുറച്ചു സമയം ഇരുന്നൊടുവിൽ അങ്ങ് തന്നെ ഇനി ഡോക്ടർ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ പോവുകയും ചെയ്തു. പിന്നീടുണ്ടായത് ഒരിക്കലും ഡോക്ടറോട് അങ്ങിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഡോക്ടറുടെ ഭാര്യയെ പിശാജ് എന്ന വാക്ക് ആണ് അങ്ങ് ഉപയോഗിച്ചത്. രോഗം പ്രസിഡന്റിന്റെ ഭാര്യയെ പിശാജ് എന്ന് വെള്ളാപ്പള്ളിയുടെ അഭിസംബോധന ചെയ്യുന്ന പറയുന്നത്. ഇതൊക്കെ അങ്ങേപ്പോലുള്ള ഒരാളിൽ നിന്നുണ്ടാകാമോ? വീട്ടിലിരിക്കുന്ന ഭാര്യയെയും മകളെയും കുറിച്ച് പറയുക എന്നുള്ളത് അങ്ങേക്ക് എങ്ങനെ ഇത്തരത്തിൽ കൂടെ നിൽക്കുന്നവരെ അപമാനിക്കുവാൻ കഴിയുന്നു? എല്ലാ കൗൺസിൽ അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇനി അതിനൊരു തെളിവ് കൂടി തരാം. ഒരുവിധം അങ്ങ് പറയുവാനുള്ളതെല്ലാം കഴിഞ്ഞ് സമാധാനമായപ്പോൾ AGയോട് ചോദിച്ചത്, തങ്കപ്പ പോണില്ലേ? AG എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്നുള്ളൊരു വേറൊരു കുഴപ്പക്കാരനാണ്. അപ്പോൾ തങ്കപ്പൻ്റെ മറുപടി നർമ്മത്ത് കലർത്തി അങ്ങയുടെ സ്വഭാവം അനാവരണം ചെയ്യുകയായിരുന്നു. AG പറഞ്ഞത്, ഇടയ്ക്ക് എഴുന്നേറ്റ് പോയ സോമൻ ഡോക്ടറെ കുറിച്ച് പറഞ്ഞത് ഇതാണെങ്കിൽ അതുകൊണ്ട് ഒന്നിച്ചിറങ്ങാം എന്നായിരുന്നു. അത് കേട്ട് അങ്ങും മറ്റുള്ളവരും ചിരിച്ചു. പക്ഷേ സത്യം AG പറയുകയും ചെയ്തു. ഇനി ആ AG അറിയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യയും മരുമകളും തമ്മിൽ ഉണ്ടായ പ്രശ്നത്തിൽ അങ്ങയുടെ കമൻറ്റുകൾ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ AG തങ്കപ്പൻ്റെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു വിഷയമുണ്ട്, എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് തങ്കപ്പനെ കുറിച്ചും ഇയാൾ മോശം പറയും. ഇയാൾക്ക് ഈ ലോകത്താരെക്കുറിച്ചും നല്ലത് പറയത്തില്ല. അത് വിവരിക്കുവാൻ പോയാൽ ഇവിടെ നിൽക്കില്ല. അങ്ങനെ അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെയും അഡ്വക്കേറ്റ് ശ്രീലതയെയും ചേർത്ത്, രാജൻ ബാബു SNDP യോഗത്തിന് വേണ്ടി ഇദ്ദേഹത്തിന് വേണ്ടി ഈ കേസിൽ കൊണ്ട് നടത്തുന്നവനാണ്. ആ രാജൻ ബാബുവിനെയും അഡ്വക്കേറ്റ് ശ്രീലതയെയും ചേർത്ത് ശ്രീകുമാറിനെ കുറിച്ച് സംഗീത വിശ്വനാഥൻ, അരേക്കണ്ടി തുടങ്ങി കൂടെ നിൽക്കുന്നവരെ സന്ദർഭത്തിനനുസരിച്ച് അപമാനിച്ചിട്ടുണ്ട്. ഞാനൊക്കെ സഹിച്ചതിന് കണക്കില്ല സഹോദര. കാരണം ഇതാണ് ഇയാൾക്ക് കാരുണ്യം, വാത്സല്യം, സ്നേഹം, ഇഷ്ടം, സത്യം, ധർമ്മം, നീതി, ഇത് വെള്ളാപ്പള്ളിയുടെ നിഘണ്ടുവിലില്ല വാക്കുകൾ. വിശ്വാസ്യത. SNDP യോഗത്തിന്റെ വക്താവ് എന്ന നിലയിൽ കേരളത്തിലുള്ള 5-6 ചാനലുകളിൽ ഒരു ദിവസം കയറുന്നത് വെള്ളാപ്പള്ളി ദിവ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. വിദേശത്തും സ്വദേശത്തും പോയി തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്ന ആളാണ്. നിഴല് പോലെ ഇത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇയാൾക്ക് വേണ്ടി പണിയെടുത്തിയ ആളാണ്. അപ്പം എൻ്റെ അനുഭവം എന്താണ്? എല്ലാവരോടും ഇതാണ്. പിന്നെ ആത്മാഭിമാനം ഉള്ളവർക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മരണ കാരണമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണമിടപാടുകൾ, അതിൻ്റെ ഒരുപാട് കണക്കുകളും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കുരുക്കുന്നൊരു കാര്യമാണോ? തീർച്ചയായിട്ടും. കാരണം മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൻ്റെ പേരിൽ കേസുകൾ എടുത്തു. സ്റ്റേറ്റ് കോർഡിനർക്ക് ഈ പറയുന്ന റോളൊന്നുമില്ല. ഈ സൊള്ളിയന ഓർഗനൈസർ ഒരു കോർഡിനേഷൻ എന്ന് വെച്ചാൽ ഇത് ക്ലാസ്സുകൾ എടുക്കുക എന്നൊക്കെ ഉള്ളൂ. ഇതെല്ലാം കൂടെ കൊണ്ട് മഹേശൻ്റെ വിലയോട്ട് കെട്ടിവെക്കാൻ ശ്രമിച്ചില്ലേ പിണറായി ആയിട്ട് ഒത്തോണ്ട്. ഇയാളെ സമ്മർദ്ദത്തിലാക്കി, ഇയാളെ ഇതിനകത്ത് ഒഴിവാക്കി വിടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ അയാൾ ഭയന്ന് മരിച്ചതല്ലേ. എന്തുകൊണ്ടായിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇനി അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വകകളുണ്ടോ? 100% നീതിബോധമുള്ള ജനതയുടെ ആഗ്രഹം വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്യുകയും നിയമപരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് പിണറായിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ജസ്റ്റിസ് ഇല്ലായിരുന്നല്ലോ, കള്ളത്തരങ്ങൾ മാത്രമല്ലേ കാണിച്ചിരുന്നു. അപ്പം ഈ മിസ്റ്റർ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ നീതി, സത്യം, ധർമ്മം അതില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി പിടിച്ചു നിന്നത്. ഇപ്പം ആലപ്പുഴ MLA ആയി ജയിച്ച പയ്യൻ്റെ അവർ കൂട്ടുകാരനെ തലയടിച്ച് പൊട്ടിച്ച് കയ്യും തല്ലി ഓടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്നും പറഞ്ഞ് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയല്ലോ. എന്താണ് MR അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി 3 ദിവസം താമസിപ്പിച്ച് കേസ് ഡയറി തിരുത്തിയ അതൊക്കെ വലിയ കുറ്റമാണോ? നിയമത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ കുറ്റമല്ലേ? അത്രയും വലിയ ഒരു കേസ് ഡയറി തിരുത്തിക്കുന്ന പിണറായി വിജയന് ഒരു വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റുമോ? കാരണഭൂതന്റെ കറുത്ത കാറിൽ യാത്ര ചെയ്യുന്നവനല്ലേ വെള്ളാപ്പള്ളി. അപ്പൊ അവര് ചക്കരയും പീരിയായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഇദ്ദേഹത്തിന്റെ കേസിൽ എന്തായിരിക്കും സർക്കാരിന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പറയുന്നത്? അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളായിട്ട് നടത്തിയ ഇന്റർവ്യൂവിൽ ഞാൻ മഹേശനെ കുറിച്ചൊരു പുനരന്വേഷണം പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ പ്രതീക്ഷ VM സുധീരനെ പോലൊരു ഉന്നതനായ നേതാവ് ഇത് പുനരന്വേഷണം നടത്തണമെന്നൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണമെന്നോ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ എൻ്റെ അറിവ് ശരിയാണെന്നെങ്കിൽ അത് സതീശനോട് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒരു പുനരന്വേഷണം ഉണ്ടാവുകയും വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം അറസ്റ്റ് ചെയ്യാനുള്ള കണ്ടൻസ് ഇതിനകത്തുണ്ട്.
ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണെങ്കിൽ പഴയ 306 ആണ്. 306 എന്ന് പറഞ്ഞാൽ അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ആണ്. അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിന് വേണമെങ്കിൽ ജീവപര്യന്തം വരെ കൊടുക്കാം, അല്ലെ 10 years എങ്കിലും കൊടുക്കാം. 7 years മുകളിലാണ്. അപ്പം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഏത് ശക്തനും ക്ഷയിക്കും, നരനാണെങ്കിൽ നശിക്കും, മനുഷ്യനാണെങ്കിൽ മരിക്കും. നമ്മൾ ഹിറ്റ്ലർ, മുസോളിനി, സദാം ഹുസൈൻ, ഇങ്ങനെ ഓരോരുത്തരുടെ കണക്കുകൾ എടുത്തേ, ഇവരെല്ലാം അതിശക്തന്മാരില്ലായിരുന്നു. അവരുടെ എല്ലാം അന്ത്യം എങ്ങനെയായിരുന്നു? പിണറായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ, നിയമസഭയിൽ പോയിരിക്കുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവായിട്ട് മാത്രമല്ലോ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ബാലഗോപാലിനൊക്കെ ചമ്മി, സത്യം ജനത കണ്ട് കൈയടിക്കുകയാണ്. ജനത കണ്ട് കൈയടിക്കുകയാണ്. സതീശനേറ്റിൽ നിന്ന് ഓരോന്നും പറയുന്നത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതിലെ ധവളപത്രമൊക്കെ വേഷപ്പുറത്ത് വെച്ചപ്പോൾ ജനങ്ങൾ ഇത് കാണുകയല്ലേ. അപ്പം ആ പിണറായിസത്തിന്റെ ആ ഒരു ഭാവം 10, 35, 40 വണ്ടി, ഫയർ എഞ്ചിൻ, ആംബുലൻസ്, എന്താണ് ഈ ലോകത്തില്ലാത്ത ഒച്ചപ്പാടും ബഹളവും വഴിയെ നടന്നു പോകുക ഒരു മനുഷ്യന്. അതിൻ്റെ സതീശൻ പോകുന്നു ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല. അപ്പം ആ ഒരു അഹങ്കാരത്തിന്റെ അറുതി വന്നു എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ടുള്ള ശ്രീമാൻ നടേശൻ സാറിനും ഇതേ ഗതിയായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്ന ഏത് വിഷയമായിരിക്കും? വെള്ളാപ്പള്ളി നടേശനെ ബാധിക്കുന്ന എല്ലാ വിഷയവും ഇതിനകത്ത് പറയാത്ത ഏത് വിഷയങ്ങളാണ്? ഇതിനകത്ത് ഇത്രയും പേജിനകത്ത് 2 ചാക്ക് നോട്ട് കടിച്ചുകുളങ്ങര എടുത്തുകൊണ്ട് വന്നതും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ മതിൽ ചാടി ഓടിയതും, സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതും, കടിച്ചുകുളങ്ങര അമ്മയുടെ ലോക്കർ തുറക്കുമ്പോൾ എൻ്റെ ഫോണുമായിട്ടാണല്ലോ കണക്ട് ചെയ്തത്, ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുമല്ലേ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വെള്ളാപ്പള്ളി നടേശന്റെ ഇല്ലീഗൽ ആക്റ്റാണ്. അതായത് 1 ചാക്ക് പണവുമായിട്ട് 2 ചാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, 2 ചാക്ക് പണവുമായി മതിൽ ചാടി പോയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടെന്ന്. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചോളും, അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ തട്ടിപ്പറിച്ചാൽ പൊട്ടിത്തെറിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ മുതൽ മുഴുവൻ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറേ കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും. ചാക്കുമായിട്ട് ഓടുന്ന കഥയുണ്ട് ഇതിനകത്ത്. അത് ഏത് ഭാഗത്താണ് ഞാൻ ഓർക്കുന്നില്ലെന്ന്, ഏതെല്ലാം തരത്തിൽ. അതുകൊണ്ട് മഹേശന്റെ ആത്മാവിന് നീതി കിട്ടണം. ഞങ്ങളൊക്കെ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ആ മരിച്ച ഇടയ്ക്കൊക്കെ പിന്നീട് ഞാൻ പോയിട്ടുണ്ട്, നമ്മളെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിക്കുന്ന ഭാര്യയുടെ കണ്ണുനീർ ഈ മണ്ണിൽ വീണിട്ടുണ്ട്. ഒരു വിധവയുടെ കണ്ണുനീരിന് വിലയുണ്ടോ എന്ന് സതീശൻ സാർ അറിയട്ടെ. നഷ്ടം അവർക്ക് മാത്രമല്ലേ ഉള്ളൂ. നഷ്ടം എന്ന് പറയുന്നത് ആ കുടുംബത്തിനല്ലേ നഷ്ടപ്പെട്ടത്. ചെറുപ്രായത്തിൽ വിധവയായില്ല ആ ലേഡി, ഇല്ലേ? എന്താണ് ഒരു വ്യക്തി ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് മറ്റൊരു കഥ, സുഭാഷ് വാസു ദേവസ്വം ബോർഡിൽ ഇരുന്ന കാലഘട്ടത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ 26/4/2014, 27/4/2014, 1/5/2014, 14/5/2014, 11/11/2014, 11/14/2014 എന്നീ തീയതികളിലായ അങ്ങയുടെ നിർദ്ദേശപ്രകാരം രതീഷ്, രമ്യ ജയൻ, അഭിനവ് രാജ്, സ്വപ്ന എസ്, ശ്രീദേവി റോയ്, ഇത് ഗുരുവായൂരപ്പൻ കോളേജിലേക്കാണ് നിയമനം നടത്തി കാശ് മേടിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്, മനസ്സിലായോ? എന്നിവരിൽ നിന്ന് ഞാൻ വഴി വാങ്ങി അങ്ങയുടെ ഹോട്ടൽ മാനേജരായ ശ്രീ പ്യാരി ഏൽപ്പിച്ചത് 1,20,00,000 രൂപയാണ്. ഇതിൽ ഏതോ ഒരാൾക്ക് അവിടെ ജോലി കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അശോകൻ വഴി ആ പണം തിരികെ കൊടുത്തു. ഇനി താൻ വാങ്ങേണ്ട, ലക്കി വഴി ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നും എന്നോട് പറഞ്ഞു. ലക്കി വേറൊരാളാണ്. ഇത് എഴുതുമ്പോൾ ഞാൻ സുഭാഷ് വാസുവിന്റെ ആളാണെന്ന് പറയേണ്ട. എനിക്ക് പണ്ടും ഇപ്പോഴും അയാളോട് അഭിപ്രായ വ്യത്യാസം തന്നെയാണ്. പിന്നെ ഈ കഥ ഇവിടെ എഴുതിയത് വെള്ളാപ്പള്ളി ഓഫീസിൽ വെച്ച് മേടിച്ചാൽ അത് വിനയാകും എന്നുള്ളത് കൊണ്ടാണല്ലോ. വെള്ളാപ്പള്ളി കൈക്കൂലി മേടിച്ച കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇത് നേരിട്ടുള്ള കാര്യം, ഇത് ദേവസ്വം ബോർഡിലെ കാര്യം. SNDP യോഗത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ച കോടിക്ക് കണക്കുണ്ടോ? ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത കാശിനെ കുറിച്ച് പറയുന്നത്. കാരണം ഇത് മഹേശൻ നിഴലാണല്ലോ, വെള്ളാപ്പള്ളിയുടെ നിഴലാണല്ലോ, ഇതെല്ലാം അറിയാവുന്ന ആളല്ലേ, ഇതല്ലേ. അതുകൊണ്ട് സുഭാഷ് വാസു പോസ്റ്റ് ഇട്ടത് ഞാനാണ് പണം വാങ്ങിയത്. അതുപോലെ തന്നെ ഈ വർഷത്തെ അറ്റൻഡർ നിയമനത്തിലും 3 പേരുടെ പണം വാങ്ങിയത് ഞാൻ. ദേവസ്വം ബോർഡ് നിയമനത്തിലും കാശ് വാങ്ങിയതും പേര് വന്നതും എനിക്ക്. ആവശ്യം കഴിഞ്ഞപ്പോൾ യൂസ് ആൻഡ് ത്രോ സ്റ്റൈൽ
എവിടെ കേട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള സംഘടനാ പ്രവർത്തനം? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ആത്മഹത്യാക്കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പറയുന്നത്. ഇനി എൻ്റെ ഭാവി അത് തീരുമാനമായി എന്നറിയാം. കൺക്ലൂഷൻ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഒരിക്കലും അങ്ങയോടൊരു ശത്രുതയോ വിരോധമോ ഉണ്ടായിട്ടല്ല. സംഘടനയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം. ഞാൻ കണ്ട എൻ്റെ സംഘടനയിലെ ചില പ്രശ്നങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട നേതാവിനെ വളരെ രഹസ്യമായി അറിയിക്കുക മാത്രമാണ് എൻ്റെ ഉദ്ദേശം. എഴുതാൻ ഒത്തിരി ഇനിയുമുണ്ട്. പുസ്തക രചനയ്ക്ക് വേണ്ടിയുള്ള നോട്ടിൽ നിന്ന് ചില വിമർശനാത്മകമായവ എടുത്തു എന്ന് മാത്രം. അങ്ങയുടെ നന്മ ചൊല്ലാൻ ഒരുപാടുണ്ട്. അത് ചരിത്ര പുസ്തകത്തിൽ സമൂഹത്തിന് വേണ്ടി ഇവിടെ ഇനിയും ഈ തകർച്ചയും തമ്മിൽ തല്ലും അഴിമതി കഥയുടെ വിഴുപ്പലക്കലും പാരവയ്ക്കലും കണ്ടിട്ട് ഒന്നും സൂചിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു അക്ഷന്തവ്യമായ തെറ്റായി പോകും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് അങ്ങേക്ക് തോന്നിയേക്കാം. ആയതിന് കാരണം വളരെ ഉന്നതിയിലെത്തിയിരിക്കുന്ന സംഘടനയ്ക്ക് ഒരു ക്ഷതം സംഭവിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ മറ്റാരും അറിയാതെ വളരെ പ്രതീക്ഷയോടെയാണ് അങ്ങയെ മാത്രം ഇത് അറിയിക്കുന്നത്. ഇത് കൊള്ളയടിച്ച് കംപ്ലീറ്റ് കൊണ്ടുപോകണം. ഇതിനകത്ത് മുഴുവൻ പറയുന്ന കൊള്ളക്കഥകളുണ്ട് ഒരുപാട്. അപ്പം ഇതുണ്ടല്ലോ, ദേ പബ്ലിസിറ്റിയും മഹാസംഗമങ്ങളും നടത്തി 29% വരുന്ന ഈഴവൻ 58 അധ്യാപക പോസ്റ്റ് അനുവദിച്ചപ്പോൾ വളരെ സൈലന്റായി. എന്നാൽ ശബരിമല വിഷയത്തിൽ സമുദായ താല്പര്യത്തിനൊപ്പം നിന്ന് യുദ്ധം ചെയ്തപ്പോൾ കിട്ടിയത് 10% സാമ്പത്തിക സംവരണം. ഇത് ഇന്നത്തെ സംഭവമാണെങ്കിൽ നാളെ ചരിത്രമായിരിക്കും. നാം നമ്മുടെ ബുദ്ധിയും പണവും തന്ത്രവും കുതന്ത്രവും ഒക്കെ വിനിയോഗിച്ചത് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും പരസ്പരം മത്സരിപ്പിക്കുവാനും തമ്മിൽ തല്ലി തലകീറി വഴിയാധാരമാകുവാനുമായിരുന്നു. എല്ലാ ജില്ലകളിലെയും യൂണിയനുകളിൽ പ്രവർത്തകർ തമ്മിൽ പരസ്പരം പാരവയ്ക്കുമ്പോൾ അതിന് പരിഹാരമില്ല. പക്ഷെ തമ്മിലടിപ്പിച്ച് ഇത് പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങയുടെ പ്രോഗ്രാമിൽ വരുന്ന ചെലവ് 5.50 ലക്ഷം. 140 യൂണിയനുകളുണ്ടല്ലോ. 100 യൂണിയൻ കൂട്ടിയാൽ തന്നെ ഒരു വർഷം 5.5 കോടി രൂപ. അങ്ങ് 23 വർഷമായി 20 വർഷം കൊണ്ട് ചെലവഴിച്ച തുക 110 കോടി. ഇതുകൂടാതെ യോഗം നടത്തുന്ന മെഗാ പരിപാടികൾ. ഈ യൂണിയനുകൾ എവിടെ നിന്നും പണം കണ്ടെത്തും? ഒരു വർഷം നടത്തുന്ന യൂണിയന്റെ മറ്റ് തനത് പരിപാടികൾ വേറെ. ഇതുകൂടാതെ യോഗത്തിൻ്റെതായ വാർഷികമടക്കമുള്ള മറ്റു പരിപാടികൾ. ഉദാഹരണം, ഏറ്റവും ഒടുവിലത്തെ മോഹിനിയാട്ടം. അതാ കുറേ വലിയ മെഗാ മോഹിനിയാട്ടം നടത്തി വെള്ളാപ്പള്ളി ഈ മറ്റേ ഗിന്നസ് ബുക്കിൽ കയറാനായിട്ട്. യൂണിയനുകൾക്ക് യോഗത്തിന് കൂടി കുറഞ്ഞത് 5 കോടി രൂപ ചിലവായിട്ട്. ഇത് അൺനെസസറിയാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതിന്റെ ഫണ്ട് നമ്മുടെ ഇപ്പം BDS ഉണ്ടാക്കാൻ വേണ്ടി കേരളം മുഴുവൻ നടന്ന് പൈസ എത്ര കോടി ചെലവാക്കി അവിടെ നിങ്ങൾ പൊക്കി പിടിച്ചല്ലോ. ജയ് BDS. ഇന്നിപ്പോ ഒരു സ്കൂട്ടറെ കയറ്റാൻ ആളില്ലാതെ നടക്കുമല്ലേ വെള്ളാപ്പള്ളി കുടുംബവും. കഴിഞ്ഞ ഇലക്ഷനിൽ പറഞ്ഞ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ ഒരു കട്ടിലെ കിടക്കുന്ന ആളാണ്. ഭാര്യ പറഞ്ഞു NDAക്ക് 100 സീറ്റ് കിട്ടും. മകൻ NDAയുടെ കൺവീനർ. അപ്പൻ CPM ജയിക്കുമെന്നും 98 സീറ്റ് UDFന് കിട്ടുവാണെങ്കിൽ ഞാൻ യോഗം ജനറൽ രാജിവെക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കും. ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. വേറെ ഏതെങ്കിലും ലോകത്ത് നടക്കുമോ? ഒറ്റ വീട്ടിലാ. ഇപ്പുറത്ത് LDFന് ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വാസവനെയും പാലായിലും ഒക്കെ LDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സാഗാ സെക്രട്ടറി പ്രസിഡന്റുമാർക്ക് വെള്ളാപ്പള്ളി 50,000 1 ലക്ഷം വെച്ച് കൊണ്ട് കൊടുക്കുന്നു. അപ്പം ജോസ് കമാനയുടെ നിന്നൊക്കെ കോടി മേടിച്ചിട്ടാണ് ഈ 50 ഒക്കെ വെച്ച് കൊടുക്കുന്നത്, 25 വെച്ച്. പരിശോധിച്ചാൽ മതി ശാഖകളുടെ കണക്ക്. പല ശാഖാ സെക്രട്ടറിമാർ, സത്യസന്ധരായ ശാഖാ സെക്രട്ടറിമാർ ആ ഡേറ്റ് വെച്ച് വരവ് വെച്ചിട്ടുണ്ട് പൈസ. എനിക്കറിയാവുന്ന പല ശാഖ ഞാൻ 17 കൊല്ലം ഭരിച്ച യൂണിയനാണുള്ള പാല. അവിടുന്ന് പലരും വിളിച്ചു, സാറേ ലജ്ജ തോന്നുന്നു, നമ്മളെ പണത്തിന് വിൽക്കുകയാണോ എന്ന് ചോദിച്ചു വെള്ളാപ്പള്ളി. എന്നോട് ചോദിച്ചോ ശാഖാ സെക്രട്ടറി വിളിച്ചു, ഞാൻ പേര് വെളിപ്പെടുത്തത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ മേടിക്കാൻ പറഞ്ഞു. പൈസ മേടിച്ച് എഴുതി രസീത് എഴുതാൻ പറഞ്ഞു. ഇപ്പോൾ പോയി പരിശോധിച്ചോ, മീനച്ചി യൂണിയനിൽ ഓരോ ശാഖകൾ നോക്കിയോ. പിന്നെ കള്ളന്മാർ സെക്രട്ടറിമാർ പോക്കറ്റിലിട്ട് കാണും. അപ്പം എന്താ നയം? എന്താ നയം? അപ്പനും മകനോട് ചെയ്തതാ. ഇപ്പുറത്ത് NDA എന്ന് പറഞ്ഞ് നടക്കും, ഇപ്പുറത്ത് LDFനോട് പൈസ കൊടുക്കും. ഏറ്റുമാൻ നിയമമണ്ഡലത്തിലും ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാർക്ക് കാശ് കൊടുപ്പായിരുന്നു. അപ്പം അത്രമാത്രം നീതികേടാണ്. അതിൻ്റെ ഒരു പച്ചയായ ആവിഷ്കാരമാണ് മഹേഷ് ചേട്ടൻ എഴുതി വച്ചിരിക്കുന്നത്. ഓരോ സംഗതികളും യാതൊരു ഇതുമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ പീഡനങ്ങൾ സഹിക്ക വയ്യാതെ കള്ളക്കേസിൽ കൊടുക്കുക. കാരണം മൈക്രോ ഫൈനാൻസിന് തട്ടിപ്പൂടെ മഹേഷിന്റെ തലയിൽ കൊടുത്താൽ ആ എളിയ പുറത്തല്ലേ വാദം പോച്ചുള്ളൂ. നടേശൻ മുതലാളി വലിയ മുതലാളിയല്ലേ. അപ്പൊ അതുകൊണ്ട് നടേശൻ മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി പിണറായിയെ പോലൊരു കാരണഭൂതൻ കൂടെ ഉണ്ട്. പിണറായി ഏറ്റവും കൂടുതൽ ആക്രമിച്ച് നടന്ന ആളാണ് വെള്ളാപ്പള്ളി. 15-ല്
16 ഇലക്ഷൻ കഴിഞ്ഞു. ആ 16 നിയമസഭാ ഇലക്ഷനിൽ വെള്ളാപ്പള്ളിയുടെസിനും ഭാര്യയും ഹെലികോപ്റ്ററിൽ കയറി, BJP കൊടുത്ത ഹെലികോപ്റ്ററിൽ കയറി കേരളം മുഴുവൻ യാത്ര ചെയ്യുകയായിരുന്നു പൊൻകുടത്തിൽ താമര വിരിയിക്കാൻ. പൊൻകുടം പൊട്ടി താമര വാടി പിറ്റേ ആഴ്ചയിൽ വെള്ളാപ്പള്ളി പോയി പിണറായി വിജയന്റെ മുമ്പിലത്തെ ഇങ്ങനെ താന്ന് നിൽക്കുന്ന ഒരു സാധനമുണ്ട്, കണ്ടായിരുന്നത്? ഒരു പടം, പഴയൊരു പടം. ആ കൂടെ കൂടി ഇപ്പൊ തന്നെ പോകാൻ നേരത്ത് പിണറായി 85 നിയമനങ്ങളാണ് ശരിയായി കൊടുത്തിട്ട് പോയിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല അപജയത്തിലാണെന്നും വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നഷ്ടമാണെന്നുമാണല്ലോ ധവളപത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയൊക്കെ കക്കാൻ വേണ്ടി എന്തിനാ 85 നിയമനം കൊടുക്കുന്നേ? എന്തിനാ 85 നിയമനം? അത് ക്യാൻസൽ ചെയ്യണം. വെള്ളാപ്പള്ളി നടേശൻ കാശ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തിട്ട് പോയതല്ലേ. ഇത് 85 അപ്രൂവല് പിണറായി പോകാൻ നേരത്ത് കൊടുത്തെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഏർപ്പാട് കാണും. ഒരാൾ ചുമ്മാ ചെയ്യത്തില്ലല്ലോ. ഇന്ന് കോളേജിന്റെ അഡ്മിഷൻ 1 കോടി രൂപ മേടിക്കുന്നേ. ഹയർ സെക്കൻഡറി 1 കോടി, ഹയർ സെക്കൻഡറിക്ക് 10, 60, 70 ലക്ഷം രൂപ മേടിക്കുന്നു. സാർ, ഇതിനകത്ത് 1 രൂപയുടെ കണക്കില്ല. 1 രൂപ രസീത് കൊടുത്തിട്ടില്ല ഈ മേടിച്ച പൈസയ്ക്ക് മുഴുവൻ. പണ്ട് ശങ്കർ സാറിന്റെ കാലത്തും അല്ലെങ്കിൽ NSSലും അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലും ഒക്കെ ഡൊണേഷൻസ് മേടിക്കും. പക്ഷെ ഡൊണേഷൻ മേടിക്കാൻ രസീത് കൊടുക്കുമായിരുന്നു. ഇത് രസീത് ഇല്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് മാത്രമുള്ള കാര്യം ഈ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നോക്കണ്ടേ? ഇതിനകത്തുണ്ടതല്ല. അങ്ങനെ ശ്രീകുമാർ ഇരുന്നപ്പോഴും ആദ്യം ശ്രീകുമാർ തെറ്റാൻ കാരണം എന്നാ? കച്ചവടത്തിൽ തെറ്റിക്കാണും. ശ്രീകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നപ്പോൾ ഈ കിട്ടിയ കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവടത്തിൽ ഷെയർ കുറഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ തെറ്റിപ്പോയത്. പിന്നെ ശ്രീകുമാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും വെള്ളാപ്പള്ളിയേക്കാൾ വലിയ ഭീകരമാണെന്നുള്ള പുള്ളി വീണ്ടും പോയി തിരിച്ചു കൂടിയത്. എന്തെങ്കിലും ലാഭം ഉദ്ദേശിക്കുന്നവരും കച്ചവടക്കാർക്ക് വലിയ ഉള്ളു എന്തും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കായിട്ട് ആവശ്യമില്ല. അല്ല, എന്നെപ്പോലെ കുറെ പേരുണ്ടെന്ന്. അപ്പൊ ഇദ്ദേഹം ഒരു അഭിമാനിയായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഈ മഹേശന് ആത്മാഭിമാനം ഉള്ളത് കൊണ്ടും അയാൾ ഒരു ദുർബലനായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഇതിനകത്തെ ഇത് മാത്രമല്ല, ഈ സർക്കാർ ചെയ്യേണ്ട വേറെ കാര്യമുണ്ട്. ഇയാൾ SN കോളേജിന്റെ ജൂബിലി ഫണ്ട് തട്ടിച്ച കേസുണ്ട്. അത് ഇത് ജൂബിലി ആഘോഷം കഴിഞ്ഞു മിച്ചം വന്നു 10-15 ലക്ഷം രൂപ. ഈ പൈസ പുള്ളിയൊക്കെ എടുത്ത് ചെക്ക് വാങ്ങി കിടന്ന സാധനം ചെക്ക് എഴുതി പുള്ളിയൊക്കെ എടുത്ത് പുള്ളിയുടെ ഉള്ളിലേക്ക് മാറ്റി. അപ്പൊ അതിന് കേസുണ്ടായിരുന്നു. അത് എത്ര വർഷം മുമ്പാന്ന് ഓർത്തോണം. അതിപ്പോ സുപ്രീം കോടതി നിൽക്കുക. ആ സാധനം പിണറായിയുടെ സ്വാധീനം എന്താണ്? ഹൈക്കോടതി അന്വേഷണം നടത്തി അവസാനം ഹൈക്കോടതി പറഞ്ഞു ചാർജ് കൊടുക്കാൻ പറഞ്ഞു. ചാർജ് കൊണ്ട് കൊടുത്തപ്പോഴേ അതിന്മേൽ ഹൈക്കോടതി പോയി. ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞപ്പോഴേ നേരെ സുപ്രീം കോടതി കൊടുത്ത് സ്റ്റേ മേടിച്ചിട്ട്. കാരണം SN ട്രസ്റ്റ് ബയലോ അനുസരിച്ച് ഒരു ക്രിമിനൽ കേസിൽ ചാർജ് വായിച്ചാൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വരും. ഇപ്പൊ കേരള സർക്കാർ സിംപ്ലി നോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, വി ആർ റെഡി ടു ഫയൽ ദ ചാർജ് എന്നൊരു ഒറ്റ സബ്മിഷൻ സുപ്രീം കോടതി നടത്തിയാൽ അന്നേരം ഇവിടെ ചാർജ് വരും. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് 10, 20, 27 കേസുകളുടെ ചാർജ് ഫൈനൽ ചാർജായി വെച്ചിരിക്കുക. അത് കോടതിയിൽ കൊടുത്താൽ മതി. പിണറായി അല്ലേ ഇതൊക്കെ കൊടുപ്പിക്കാതിരുന്നത്? ഇതൊന്നും ഏതാ പിണറായിയുടെ പോലും അതൊക്കെ അതിന്റെ അന്വേഷണം പോലും ശരിയാണോ എന്ന് നോക്കണം. ചാർജ് വെരിഫൈ ചെയ്യണമല്ലോ. പിന്നെ വെള്ളാപ്പള്ളിയുടെസിന് ഈ ദുഷ്പ്രവർത്തികൾക്ക് ഇവിടെയുള്ള ഏക ഒരു കവചകുണ്ടൽ എന്ന് പറഞ്ഞ കോടതികളാണ്. കോടതികളില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താണ്? സ്ഥിതി എന്തായാലും. അതുകൊണ്ട് തീർച്ചയായും മഹേശൻ്റെ ഈ ജീവത്യാഗത്തിൽ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അദ്ദേഹത്തിന് മരണത്തിന് ശേഷമെങ്കിലും ഒരു നീതി കിട്ടണം. ഈയുടെ വീട്ടിൽ നിന്ന് 50 മീറ്ററേ ഉള്ളൂ ഹെഡ് ക്വാർട്ടറിലേക്ക്. അതിന് മുമ്പിൽ കണിച്ചുകുളങ്ങര അമ്മയുടെ അമ്പലം എവിടെയാണെങ്കിൽ ഒരു വഴിക്കപ്പുറമായി ഓഫീസ്. ഒരു കണിച്ചുകുളങ്ങര അമ്മയുടെ 10 മീറ്ററേ ഉള്ളൂ ഈ ഓഫീസ്. അവിടെയാണ് ഈ കെട്ടിത്തൂങ്ങി. ഏതെങ്കിലും ഒരു സമുദായത്തിന് ഗതികേടുണ്ടായിട്ടുണ്ടോ? ഒരു ഹെഡ് ക്വാർട്ടറിൽ കെട്ടിത്തൂങ്ങി മരിക്കുക. അതിൻ്റെ കാര്യദർശി ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ നായന്മാർക്കോ പുലയ സഹോദരന്മാർക്കോ വിശ്വകർമ്മർക്കോ ആർക്കെങ്കിലും ഉണ്ടായോ? സത്യം പറഞ്ഞ ഈ ഒറ്റ കാരണം കൊണ്ട് വെള്ളാപ്പള്ളിയുടെസിന് ഈ കഥ ഈ സ്ഥാനം ഉപേക്ഷിച്ച് പോകണ്ടല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്?
ഒരു കാര്യദർശി ഈയിടെ കൂടെ നിന്നവൻ ഇങ്ങനെ ഇത്രയും അത് ഹെഡ് ക്വാർട്ടറിൽ ഇനി വീട്ടിൽ കിടന്നാണേലും പോട്ടെന്ന് നോക്കാം. എന്നിട്ടും ഒരു നാണവുമില്ല, ഒരു ഉളുപ്പുമില്ല. എന്താ കാരണം? 98 സീറ്റ് കിട്ടിയാൽ ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. പത്തക്കാരി ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു. അങ്ങനെ പലതും പറയും. ഞാൻ അത്ര മണ്ടനാണെന്ന് ചോദിച്ചു. എന്താണെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ ഇദ്ദേഹത്തിൻ്റെ രക്തക്കറകൾ പുരണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇത് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും പുതിയൊരു സർക്കാർ അധികാരത്തിലേറ്റിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് വന്നതിൽ. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കും.